നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 25-ാം ദിവസം. കുടുംബജീവിതത്തിന്റെ മഹത്വമായ വിശുദ്ധ യൗസേപ്പിതാവ്. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ പറയുന്നതിങ്ങനെ: ഒരു പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുന്നത് പോലെ വിശുദ്ധ യൗസേപ്പിതാവ് ഈശോയെ സ്നേഹിച്ചു. തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് അവന് കൊടുക്കുക വഴിയായി അവൻ തന്റെ സ്നേഹം പ്രദർശിപ്പിച്ചു. 16-ാം നൂറ്റാണ്ടിൽ കർമ്മലീത്തക്കാരെ നവീകരിക്കാൻ ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ സഹായിച്ചു. അവൾക്ക് അസാധാരണമായ ഭക്തി വിശുദ്ധ യൗസേപ്പിതാവിനോടുണ്ടായിരുന്നു. താൻ നവീകരിച്ച് സ്ഥാപിച്ച ഭൂരിഭാഗം മഠങ്ങളും വിശുദ്ധ യൗസേപ്പിതാവിന്റെ നാമധേയത്തിലാണ് സ്ഥാപിച്ചത്. അവർ ദൈവത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും സ്വന്തമാണെന്നുള്ളതിന് അടയാളമായി അവരെ സംരക്ഷിക്കാനായി വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മെഡലുകൾ അവൾ ഓരോ മഠത്തിലും കുഴിച്ചിട്ടു. 20-ാം നൂറ്റാണ്ടിൽ ഇതേ കാര്യം തന്നെ വിശുദ്ധ ആൻഡ്രേ ബെസറ്റ് ചെയ്തു. വിശുദ്ധ യൗസേപ്പിതാവിന് പ്രതിഷ്ഠിതമായ ഒരു ഷ്രൈൻ കാനഡയിലെ മോൺട്രിയയിൽ സ്ഥാപിക്കാൻ വിശുദ്ധ ആൻഡ്രേ ആഗ്രഹിച്ചു. അതിന് യോജിച്ച സ്ഥലം അദ്ദേഹം കണ്ടെത്തുകയും വിശുദ്ധ യൗസേപ്പിതാവിനോട് ഈ സ്ഥലം ആശീർവദിക്കണമെന്നും ഈ സ്ഥലം നേടിത്തരണമെന്നും അപേക്ഷിച്ചുകൊണ്ട് ഈ മെഡൽ ആ സ്ഥലത്ത് നിക്ഷേപിച്ചു. ആ സ്ഥലം അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഭവനത്തെ വിശുദ്ധ യൗസേപ്പിതാവ് ആശീർവദിക്കാൻ ആഗ്രഹിക്കുന്നു. നാം സ്നേഹത്തോടെ അദ്ദേഹത്തെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചാൽ, അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടിയാൽ, ഭക്ത്യാനുഷ്ഠാനങ്ങളിലൂടെ അദ്ദേഹത്തെ വണങ്ങിയാൽ, നമ്മുടെ ഗാർഹിക ജീവിതത്തെ അദ്ദേഹം അസാധാരണമാംവിധം അനുഗ്രഹിക്കും. എവിടെയൊക്കെ വിശുദ്ധ യൗസേപ്പിതാവ് സന്നിഹിതനാണോ അവിടെ ഈശോയും മറിയവുമുണ്ട്. അദ്ദേഹം നമ്മുടെ ഭവനത്തിലും കുടുംബജീവിതത്തിലും സന്നിഹിതനാകാൻ ആഗ്രഹിക്കുന്നു. നാം സഞ്ചരിക്കുമ്പോൾ നമ്മോടൊത്ത് വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഭവനത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുകയും നമ്മുടെ ഭവനം വിൽക്കുന്നതുൾപ്പെടെയുള്ള നമ്മുടെ ഗാർഹിക ആവശ്യങ്ങൾക്കായി അദ്ദേഹത്തോട് നിരന്തരം മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അദ്ദേഹം ഗാർഹിക ജീവിതത്തെ സ്നേഹിക്കുന്നു. ഈശോയുടെ മറിഞ്ഞിരിക്കുന്ന വർഷങ്ങളിലെ വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പിതാവ്. ഈ യാഥാർത്ഥ്യം ധ്യാനിക്കുന്നത് അവിശ്വസനീയമാണ്. നാം ഭവനത്തിലായിരിക്കുന്ന ഓർമ്മകളെ വിചിന്തനം ചെയ്യുക. കുടുംബമായി പുറത്തു പോകുന്നതും ജന്മദിനങ്ങളും ക്രിസ്തീയ ആഘോഷങ്ങളും വിനോദങ്ങളും കളികളും ഒരുമിച്ച് പാട്ടുപാടുന്നതും തുടങ്ങിയവ. ഒരുപക്ഷെ നാമും കൊല്ലങ്ങളോളം നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചിട്ടുള്ളവരായിരിക്കാം. എന്തൊക്കെയായാലും നമ്മുടെ കർത്താവ് വിശുദ്ധ യൗസേപ്പിതാവിനോടും പരിശുദ്ധ മറിയത്തോടുമൊപ്പം 30 കൊല്ലങ്ങളോളം ജീവിച്ചു. അവരോടൊപ്പം അദ്ദേഹം പങ്കുവച്ച സ്നേഹം, അടുത്ത സ്നേഹബന്ധം, സഹവാസം തുടങ്ങിയവ തന്നെ അത്ഭുതാവഹമാണ്. ഈശോയുടെ നടപ്പ് തന്നെ എങ്ങനെയായിരിക്കുമെന്ന് വിശുദ്ധ യൗസേപ്പിതാവിനറിയാം. ഈശോയുടെ പ്രഭാത കൃത്യങ്ങൾ, ശരീരപ്രകൃതി, ചിരി, ഇഷ്ടമുള്ള ആഹാരം, പാനീയങ്ങൾ എല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മനസ്സിലും ഹൃദയത്തിലും ആഴമായി വേരൂന്നിയിരിക്കുന്ന സൂക്ഷിക്കപ്പെടുന്ന ഓർമ്മകളാണിവ. 11-ാം പിയൂസ് പാപ്പായുടെ വാക്കുകൾ ഇങ്ങനെ: ഈശോയും മറിയവും വിശുദ്ധ യൗസേപ്പിതാവിനോട് ആദരവ് പ്രകടിപ്പിച്ചു, അദ്ദേഹത്തെ അനുസരിച്ചു. എന്തെന്നാൽ ദൈവകരം അദ്ദേഹത്തിൽ നിക്ഷേപിച്ച ഭർത്താവെന്ന അധികാരത്തെയും പിതാവെന്ന അധികാരത്തെയും അവർ ആദരിച്ചു. ഈശോയെയും പരിശുദ്ധ അമ്മയെയും സംരക്ഷിക്കാൻ ദൈവപിതാവ് ആശ്രയിച്ച വിശുദ്ധ യൗസേപ്പിതാവിനെ നമുക്കും ഈ നിമിഷം മുതൽ ജീവിതത്തിലുടനീളം ആശ്രയിക്കാം. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് നമുക്ക് യാത്ര തുടരാം. നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. അപ്പാ, എൻ്റെ രക്ഷകൻ്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ.
നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനെ. നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനെ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ.